ആദ്യമായിട്ടാണ് നേരിട്ട് വന്ന് ഒരു ഹലോ പറയുന്നത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്, പക്ഷേ അത് നടന്നിട്ടില്ല. അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മയനൈസാണ്. അതായത് മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിച്ച് 1 മിനിറ്റ് കൊണ്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്, അതായത് 4 ബ്ലേഡുള്ള. അതിലേക്ക് 125 ml എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു മുട്ട, അതായത് റൂം ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതല്ല, എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വിനെഗർ, അതായത് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി വേണ്ടാത്തവർക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പാസ്ലി അല്ലെങ്കിൽ ഗാർലിക്ക്, അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മിക്സി നന്നായിട്ട് 1 മിനിറ്റോളം അടിച്ചെടുക്കണം. പക്ഷേ ഒരു അര മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ റൈറ്റ് കൺസിസ്റ്റൻസി തിക്കായിട്ട് വന്നിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് അര മിനിറ്റ് കൂടെ അടിച്ചാൽ മതി. പിന്നെ ഗാർലിക്ക് അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. അതൊരു ചെറിയ കഷ്ണം മാത്രം അരിഞ്ഞതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇവിടെ മിക്സിയുടെ ജാർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. 4 ബ്ലേഡ് ഉള്ളതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം മയനൈസ് നല്ല തിക്കായിട്ടും പെർഫെക്റ്റായിട്ടും കിട്ടും. പിന്നെ കൂടുതൽ മുട്ടയും എണ്ണയും ഉപയോഗിച്ച് കൂടുതൽ എമൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 2-3 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ അത് റൈറ്റായിട്ട് കിട്ടത്തില്ല. ഞാനിതിനു മുമ്പ് അങ്ങനെ ട്രൈ ചെയ്തു, അത് സക്സസ്ഫുൾ ആയിരുന്നില്ല. അപ്പം ഈ മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ 100% സക്സസ്ഫുൾ ആകുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. കാരണം അത് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ അര മിനിറ്റായി, തിക്നെസ് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അര മിനിറ്റ് കൂടെ അടിച്ചു കൊടുക്കുകയാണ്. ഇത് അര മിനിറ്റ് കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഈ മയനൈസ് കിട്ടും. നല്ല ടേസ്റ്റുമാണ്, വളരെ സിമ്പിളുമാണ്. നമുക്ക് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ 3 ദിവസത്തോളമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പം നമുക്ക് മയനൈസ് വീട്ടിലില്ലാന്നും പറഞ്ഞ് ഓടിക്കടയിൽ പോയിട്ട് മയനൈസ് വാങ്ങിക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. നമുക്കിതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. താനും വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ നല്ല തിക്കായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചെടുക്കുന്ന അതേ സെയിം കൺസിസ്റ്റൻസിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലീഫ് ടേസ്റ്റി ടിപ്സ്.